നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. UK-യിൽ ഷോപ്പിംഗിനിടയിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. 27 വയസ്സുകാരിയായ കുൽസുമ അക്തർ എന്ന യുവതി കുത്തേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന 25-കാരനായ യുവാവ് ഹബീബുർ മാസൂമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. UK-യിൽ യൂണിവേഴ്സിറ്റി പഠനം പൂർത്തിയാക്കിയ ബംഗ്ലാദേശ് സ്വദേശിയാണ് ഹബീബുർ മാസൂം എന്ന് വെസ്റ്റ് യോർക്ക്ഷയർ പോലീസ് പറഞ്ഞു. ബക്കിംഗ്ഹാംഷെയറിലെ എയിൽസ്ബറിയിൽ വെച്ചായിരുന്നു അറസ്റ്റ്. സ്റ്റേറ്റ് പെൻഷനിൽ 8.5% വർധന. പണപ്പെരുപ്പവും മിനിമം വേതനവും അനുസരിച്ച് പെൻഷൻ തുകയിലും മാറ്റം വേണമെന്ന് നിയമം നടപ്പിലായതോടെ പെൻഷൻകാർക്ക് ലഭിച്ചത് 8.5% വർധന. 203 പൗണ്ടിൽ നിന്നും 221.20 പൗണ്ടായിട്ടാണ് പെൻഷൻ ഉയരുന്നത്. രാജ്യത്ത് നിലവിൽ 12 മില്യൺ പേർക്കാണ് ഇപ്പോൾ സ്റ്റേറ്റ് പെൻഷൻ ലഭിക്കുന്നത്. 30 വർഷക്കാലം നാഷണൽ ഇൻഷുറൻസ് ടാക്സ് അടയ്ക്കുന്നവർക്കാണ് മുഴുവൻ സ്റ്റേറ്റ് പെൻഷനുള്ള അർഹത. BRP കാർഡുകളുടെ കാലാവധി 2024 ഡിസംബർ 31 വരെ. ഈ വർഷാവസാനത്തോടെ BRP കാർഡുകൾ പൂർണ്ണമായും നിർത്തലാക്കി ഈ സംവിധാനത്തിലേക്ക് കടക്കാനുള്ള ഹോം ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുകയാണ്. BRP പുതുക്കലിനായി അപേക്ഷ നൽകുന്നതിന് പകരം ഫിസിക്കൽ BRP കാർഡ് ഹോൾഡർമാർ 2024 ഹോം ഓഫീസ് വെബ്സൈറ്റിൽ ഒരു UKVI അക്കൗണ്ടിനായി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇത് നിങ്ങളുടെ നിലവിലെ അനുമതിയെയോ ഇമിഗ്രേഷൻ നിലയെയോ ബാധിക്കില്ല. എന്നാൽ PR 2024 ഡിസംബർ 31 മുമ്പ് കാലഹരണപ്പെടുകയും നിങ്ങൾക്ക് BPRനുള്ള സമയവുമായെങ്കിൽ UK-യിൽ നിന്ന് പതിവ് പോലെ BRP പുതുക്കലിനായി നിങ്ങൾ അപേക്ഷിക്കേണ്ടതുണ്ട്. ഈ അപേക്ഷകൾ ഓൺലൈനിലാണ് ചെയ്യേണ്ടത്. റീറ്റെയിൽ ഷോപ്പ് ജീവനക്കാരെ ആക്രമിക്കുന്നത് ഇംഗ്ലണ്ടിലും വെയിൽസിലും ക്രിമിനൽ കുറ്റമാക്കും. 2022-23 ഷോപ്പുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കെതിരായ അക്രമപരവും അധിക്ഷേപകരവുമായ സംഭവങ്ങൾ 50% വർദ്ധിച്ചതായുള്ള റിപ്പോർട്ടിനെ തുടർന്നാണ് ഷോപ്പുകളിൽ മോഷണം നടത്തിയിരുന്നവരെ നേരിടാൻ ഫേഷ്യൽ റെക്കഗ്നിഷൻ സംവിധാനം വർദ്ധിപ്പിക്കാൻ 50 മില്യൺ പൗണ്ട് പോലീസിന് ലഭിക്കുന്നത്. ഇത്തരത്തിൽ പിടികൂടുന്ന കുറ്റവാളികൾക്ക് 6 മാസം വരെ തടവ് ലഭിക്കും. ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി ബ്രിട്ടൻ നിർത്തിവെക്കില്ലെന്ന് ഡേവിഡ് കാമറൂൺ. എയ്ഡ് വർക്കേഴ്സിനെ കൊന്നൊടുക്കിയ വ്യോമാക്രമണത്തിനും ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാനുഷിക പ്രതിസന്ധിക്ക് ശേഷം ഇസ്രായേലുമായുള്ള ആയുധ വ്യാപാരത്തെ ചൊല്ലി ഗവൺമെന്റ് നേരിടുന്ന വർദ്ധിച്ച സമ്മർദ്ദത്തെ തുടർന്നാണ് വിദേശകാര്യ സെക്രട്ടറിയുടെ ഈ പ്രഖ്യാപനം. അന്താരാഷ്ട്ര മാനുഷിക നിയമം ഇസ്രായേൽ ലംഘിച്ചതായി തെളിയിക്കപ്പെട്ടാൽ ആത്യന്തികമായി UK-യിൽ നിന്നുള്ള ആയുധ വിൽപ്പന തടയുമെന്നും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ തനിക്ക് പുതിയ ഉപദേശം ലഭിക്കുമെന്നും ലോർഡ് കാമറൂൺ പറഞ്ഞു. മെയ് മുതൽ സ്പെയിൻ സന്ദർശിക്കുന്ന യാത്രക്കാർക്ക് പാസ്പോർട്ട് നിയന്ത്രണത്തിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. സ്പെയിൻ, ഗ്രീസ്, പോർച്ചുഗൽ, ഇറ്റലി, ഫ്രാൻസ് എന്നിവ ഉൾപ്പെടെ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ പ്രവേശിക്കുമ്പോഴും പുറത്തു പോകുമ്പോഴും അവധിക്കാലം ആഘോഷിക്കുന്നവർ അതിർത്തി കടക്കുന്ന രീതിയെ പുതിയ ബയോമെട്രിക് സുരക്ഷാ സംവിധാനത്തിൽ മാറ്റും. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് പുറത്തുള്ള യാത്രക്കാർക്ക് സ്വമേധയാലുള്ള പാസ്പോർട്ട് സ്റ്റാമ്പിങ്ങിന് പകരം സെൽഫ് സർവീസസ് കിയോസ്കുകൾ വരും. പുതിയ സ്കാനറുകൾ ടൂറിസ്റ്റിന്റെ പേര്, പുറപ്പെടുന്നതോ എത്തിച്ചേരുന്നതോ ആയ തീയതി, സ്ഥലം, വിരലടയാളം, മുഖചിത്രം എന്നിവ രേഖപ്പെടുത്തും. റോയൽ മെയിലിൽ നിന്ന് വ്യാജ ടെക്സ്റ്റ് സന്ദേശങ്ങൾ ലഭിക്കുന്നതായി റിപ്പോർട്ടുകൾ. SMS വഴി വരുന്ന തട്ടിപ്പുകളിൽ ലിങ്കുകൾ ഉണ്ടായിരിക്കും. എന്നാൽ അവയിൽ ആളുകൾ ഒരിക്കലും ക്ലിക്ക് ചെയ്യരുതെന്ന് റോയൽ മെയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ ടെക്സ്റ്റ് മെസ്സേജിലൂടെ പണം അടയ്ക്കാൻ റോയൽ മെയിൽ ഒരിക്കലും നിങ്ങളോട് ആവശ്യപ്പെടില്ല എന്നും വിദഗ്ധർ പറയുന്നു. ചില ഇമെയിൽ വിലാസങ്ങളും തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നു. കസ്റ്റം ഡ്യൂട്ടി അടയ്ക്കാത്തതിനാൽ നിങ്ങളുടെ പാക്കേജ് ഡെലിവർ ചെയ്യാൻ കഴിയില്ല എന്ന സന്ദേശമാണ് ഇമെയിൽ വഴി നിങ്ങളെ അറിയിക്കുന്നത്. ഇത്തരം സ്മിഷിംഗ് ആക്രമണങ്ങൾക്കെതിരെയാണ് റോയൽ മെയിൽ മുന്നറിയിപ്പ് നൽകുന്നത്. ചാൾസ് രാജാവിന് പുതിയ ബ്രിട്ടീഷ് പൗണ്ടിന്റെ ഫസ്റ്റ് ലുക്ക് നൽകി. പുതിയ നോട്ടുകളുടെ ആദ്യലക്കങ്ങൾ രാജാവിന് ലഭിക്കുന്ന പാരമ്പര്യം പിന്തുടർന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറാണ് ചാൾസ് രാജാവിന് അദ്ദേഹത്തിന്റെ ഛായാചിത്രം ആലേഖനം ചെയ്ത ആദ്യ നോട്ടുകൾ സമ്മാനിച്ചത്. ചൊവ്വാഴ്ച ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ വെച്ച് പുതിയ 5 പൗണ്ട്, 10 പൗണ്ട്, 20 പൗണ്ട്, 50 പൗണ്ട് നോട്ടുകളിൽ ആദ്യത്തേത് സമ്മാനിച്ചു. എലിസബത്ത് രാജ്ഞിയുടെ ഭരണകാലം മുതൽ നിലവിലുള്ള നോട്ടുകൾ പുതിയ നോട്ടുകൾക്കൊപ്പം ഉപയോഗിക്കുന്നത് തുടരും. പുതിയ നോട്ടുകൾ ജൂണിൽ പ്രചാരത്തിലെത്തും. വെസ്റ്റ് സസെക്സിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പിനെ തുടർന്ന് 200-ലധികം ആളുകളെ ഒഴിപ്പിച്ചു. അരുൺ നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് വെസ്റ്റ് സസെക്സിൽ 200-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചത്. തെക്കൻ ഇംഗ്ലണ്ട്, വെസ്റ്റേൺ വെയിൽസ്, നോർത്തേൺ അയർലൻഡ്, സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ അടുത്ത ഏതാനും ദിവസങ്ങളിൽ കനത്ത മഴയും ശക്തമായ കാറ്റും തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകി. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.